അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, ആശുപത്രിയിലെല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്ന ആളുകൾ, അവരുടെയൊക്കെ തന്നെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവനത്തിന്റെ കാഴ്ചകളാണ് അത് തന്നെയാണ് നമ്മൾക്ക് ഇനി കാണേണ്ടതും. അപ്പോൾ ആദ്യം തന്നെ ക്രമീകരണങ്ങളിലേക്ക് പോയാൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി ഇവിടെ എത്തും. രാവിലെ മുതൽ തുടങ്ങിയ ഒരു സുരക്ഷാ സന്നാഹമുണ്ട്. ബാരിക്കേഡിനപ്പുറത്തായി പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഈ പ്രദേശവാസികളൊക്കെ രാവിലെ മുതലേ തന്നെ എത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുമാണ്. അങ്ങനെയാണെങ്കിൽ യാതൊരു തടസ്സവുമില്ലാതെ സുഗമമായി തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇതുവഴി കടന്നു പോകാനുള്ള സജ്ജീകരണങ്ങൾ പോലീസും SPG ഒക്കെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തിയിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രി എത്തും. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിജീവനത്തിന്റെ കാഴ്ചകളിലേക്ക്. ആദ്യ ദിനം തന്നെ നമ്മൾ ഈ വിംസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ചുറ്റും കണ്ണീരായിരുന്നു, നിർവികാരമുള്ള മുഖങ്ങളായിരുന്നു, നിർവികാരമായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് മരവിപ്പിലായിരുന്നു ആകെ നാട്. അപ്പോൾ അത്തരത്തിലുള്ള അന്നുള്ള ആ മുഖങ്ങളൊക്കെ ഇന്ന് അതിജീവനമാണ്. കാരണം അരുൺ എന്ന് പറയുന്ന ആ യുവാവിൻ്റെ ദൃശ്യങ്ങളാണ് ഈ ദുരന്തത്തിൻ്റെ തുടക്ക സമയത്തിൽ നമ്മൾ കണ്ടത്. കഴുത്തറ്റം ചളിയിൽ മുങ്ങിക്കിടന്ന അരുൺ പിന്നീട് അരുണിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യ 2 ദിവസങ്ങളൊന്നും അരുണിൻ്റെ പ്രതികരണമൊന്നും നമുക്ക് ലഭിച്ചില്ല. പിന്നീട് ഈ കഴിഞ്ഞ ദിവസമാണ് അരുൺ പറയുന്നത്, ഉൾക്കരുത്തുണ്ട തിരികെ വരും എന്നാണ് അരുൺ പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ ശബ്ദമാണ്, കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ 4 പേരുമായാണ് അത്തരത്തിൽ അതിജീവിച്ച ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വ്യാപ്തിയിൽ നമ്മൾ കണ്ട 4 പേരിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്ന. അരുൺ, 8 വയസ്സുകാരിയായ അവന്തികയുണ്ട്, ഒഡീഷ സ്വദേശിയായ, കൂടെയുള്ളവരെല്ലാം നഷ്ടപ്പെട്ട 2 പേരെ നഷ്ടപ്പെട്ട ഒഡീഷ സ്വദേശിയായ ഡോക്ടർ സുകൃതിയുണ്ട്, അനിലുണ്ട്, മുണ്ടക്കൈ സ്വദേശിയായ അനിലുണ്ട്. അങ്ങനെ 4 പേരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും എന്നുള്ളതാണ്. കാരണം നാടിൻ്റെ, രാജ്യത്തിൻ്റെ ഒരു കൈത്താങ് അവർക്ക് ആവശ്യമുണ്ട്. കാരണം ഈ കേരളത്തിലെ അതിജീവനത്തിൻ്റെ മാതൃകയായി കാണുന്നവരാണ് ഈ ആശുപത്രിയിലൊക്കെ ഉള്ളവർ. ഇപ്പോൾ നമുക്കൊരു ആശ്വാസം നൽകുന്നവരാണ്. അന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭീതിയുടെ കാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആശ്വാസം നൽകുന്നവരാണ് അവർ. ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചെത്തിയവരാണ്. ഓരോ രാത്രിയും അവർ പിന്തള്ളിയ കഥകൾ. ആദ്യം തന്നെ ആശുപത്രി കിടക്കയിലേക്ക് എത്തിയപ്പോൾ അവരുടെ ഉറ്റവർ കൂടെ ഉണ്ടായിരുന്നില്ല, അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു രാത്രിക്ക് ഇപ്പുറവും അപ്പുറവും എന്ന വ്യത്യാസത്തിൽ പലതും നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ ഒരു ഐഡന്റിറ്റി തന്നെ മറഞ്ഞുപോയ പല ആളുകളുമുണ്ട്. അങ്ങനെ എത്ര വേദനാജനകമായ കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇനി ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി എന്നെ നേരിട്ടെത്തി ഇവർക്കൊരു ഊർജം നൽകുന്നു. അത് ഒരു വൈകാരിക കാഴ്ച തന്നെയാവും നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. കാരണം നാടിന് ആവശ്യമാണ് ഈ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ വീണ്ടെടുക്കുന്നത്. നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും ആവശ്യമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി തന്നെ അവർക്ക് തണലേകാൻ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അവർക്ക് ആശ്വാസമേകും, കേരളത്തിനും ആശ്വാസമേകും എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം ഈ വഴി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജീഷ്. ശരി, അരുൺ അമർനാഥാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി വിംസ് ആശുപത്രിയിലേക്ക് എത്തും. അവിടെയുള്ള ദുരിതബാധിതരെയും നേരിട്ട് കാണും. നമുക്കറിയാം, പ്രധാനമന്ത്രി ഇത്തരം ഇടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുമ്പോൾ അതിവൈകാരികമായി തന്നെ ഇത്തരം ആളുകളെ ചേർത്ത് പിടിക്കും. ആ കാഴ്ചകൾ നമുക്ക് വരും നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കാം. ഓരോ നിമിഷത്തിലെയും ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാതൃഭൂമി ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബെയിലിപ്പാലത്തിനുള്ള ആ ദൃശ്യങ്ങളാണ്. ബെയിലിപ്പാലം സൈന്യം ഒരുക്കിയതാണ്. ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയി അവിടെ ബന്ധം വേർപെട്ട് നിൽക്കുന്ന സമയത്താണ് ആദ്യഘട്ടത്തിൽ തന്നെ നിർണായക നീക്കം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ ബെയിലി പാലം നിർമ്മിച്ച സൈനികർ, അതിന്റെ നേതൃത്വം നൽകിയ സൈന്യത്തിന്റെ വിവരങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി സൈനിക ഉദ്യോഗസ്ഥൻ ധരിപ്പിച്ചു. പിന്നീട് മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ADGP MR അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള ADGP ഇവരടക്കം ബ്രീഫ് ചെയ്യുന്ന കാര്യങ്ങൾ, കളക്ടറും ഒക്കെയുണ്ട്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ശേഷിപ്പുകൾ, മഹാദുരന്തത്തിൻ്റെ ശേഷിപ്പുകൾ ഇപ്പോൾ അവശേഷിക്കുന്ന അസ്ഥി പഞ്ചരങ്ങളെ പോലെ കെട്ടിട അവശിഷ്ടങ്ങൾ, കെട്ടിട ഭാഗങ്ങൾ നിൽക്കുന്നു. അത് നോക്കിക്കാണുകയാണ് പ്രധാനമന്ത്രി. അത് നമ്മെ സംബന്ധിച്ചോളം ഏറ്റവും ഒരുപക്ഷെ പ്രത്യാശയുടെ ഒരു കാഴ്ച തന്നെയാണ്. നമുക്കിനി അതിജീവിക്കണം. നമുക്ക് ഓരോ കൈ കോർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഓരോ കണ്ണികളും ചേർത്ത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ ഒരു സംഭാവനയായി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.